കാരണം ഇതേ ഉള്ളൂ, ഹമാസിന്റെ ഏറ്റവും വലിയ ഗ്രിപ്പ് എന്ന് പറഞ്ഞത് അത് സ്ട്രാറ്റജിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ എയ്ഡിന് മേലുള്ള പിടിയായിരുന്നു. നെതന്യാഹു UN പോയി പ്രസംഗിച്ചില്ലേ, ഇത്ര ദശലക്ഷം മെട്രിക് ടൺ എയ്ഡ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കഴിക്കാനായിട്ടുള്ള ജനങ്ങൾ പോലും അവിടെ ഇല്ല. ഈ 500 എന്ന് പറയുന്ന 500 ട്രക്ക് എന്ന് പറയുന്നത് പോലും ടൂ മച്ചാണ്. ഇസ്രായേൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമുക്ക് പറയാൻ കഴിയും, കാര്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള കണക്കിൽ നിന്ന് തന്നെ മനസ്സിലാവാൻ കഴിയും. 6 മാസത്തെ ഈ യുദ്ധത്തിന്റെ നടുക്ക് വെച്ച് പോലും, അതായത് 2024 ഏപ്രിൽ ഒരു കണക്കനുസരിച്ച് തന്നെ 6 മാസം കഴിക്കാനായിട്ടുള്ള ആഹാരം ഹമാസിന്റെ ടണലുകളിലുണ്ടായിരുന്നത്. അതിന്റെ മേളിലാണ് വീണ്ടും വീണ്ടും ചാക്ക് വരുന്നത് വീണ്ടും ഇവന്മാര് ലോഡ് ചെയ്യും പുതിയ സാധനം, എന്നിട്ട് പഴയ സാധനം എടുത്തിട്ട് വിൽക്കും 3 ഇരട്ടി പൈസ. എന്നിട്ട് ഈ പൈസ വെച്ച് ഇവന്മാർ ഹമാസിന്റെ സൈനികർക്ക് ശമ്പളം കൊടുക്കും. അങ്ങനെയാണ് ഇത് സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, ആക്ച്വലി ഹമാസിന്റെ മുഴുവൻ രീതി എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് പൈസ വാങ്ങിച്ചിട്ട് സ്വയം തടിച്ചു കഴിക്കുക. നേതാക്കന്മാരെല്ലാം ബില്യനേഴ്സ് ആയത് അങ്ങനെയാണല്ലോ. മില്യൺ അല്ല, ബില്യൺ. ഹനിയ അവരൊക്കെ മേളിൽ പോയി സന്ദർശനത്തിന് പോയിരിക്കുകയാണ്. ഹനിയ, പിന്നെ കുറെ എണ്ണം ഉണ്ട് ഇങ്ങനെ. എല്ലാം നോക്കുമ്പോൾ 5 ബില്യൺ 4 ബില്യൺ 3 ബില്യൺ, നിനക്കൂടെ എനിക്ക് 4.5 ബില്യണേ ഉള്ളു ചേട്ടാ, ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ ടീമുകൾ. ഇതെല്ലാം ഇങ്ങനെയാണ്, പുറത്തുനിന്ന് വരുന്ന എയ്ഡാണ്. ടൺ കണക്കിന്, ലക്ഷക്കണക്കിന് ടൺ സിമെന്റ് ആവുന്നത്. എവിടെയാടാ സിമെന്റ്? അത് ഞങ്ങൾ പുറത്ത് കാണിക്കത്തില്ല. എവിടാ? അകത്താണ്. ഭൂമിക്കടിയിൽ ഞങ്ങൾ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, മൊത്തം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തം ഭൂമിക്കടിയിലാണ്. സിമെന്റ് തറയെ കിടക്കുകയാണെന്നല്ല, തറയ്ക്ക് കുഴിച്ചിട്ടിരിക്കുക. ഇങ്ങനെ ഒരു സംഗതിയാണ്. ഇതിനെ തൊട്ടു എന്നുള്ളതാണ് ഇപ്പോൾ നടന്ന ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ടാണ് ഈ പറയുന്ന UN-ഉം ഹമാസ് ഏജൻസികളെല്ലാം തന്നെ ഒന്നാലോചിച്ച് ഉണ്ട്രയൊക്കെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുന്നെങ്കിൽ അത് എത്ര വലിയ ദുരന്തമായിരിക്കും. അവർ പറയുന്നുണ്ട്, ഉണ്ട്രക്കാർ പറയുന്നുണ്ട്, ഞങ്ങളിലൊരു 80% സിൻസിയർ ആണ്, 20% പ്രശ്നമുള്ളൂ. 20% എന്തിനാ? 10%, 5% തന്നെ മതിയല്ലോ. UN ട്രക്കുകളെല്ലാം ഹമാസ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. UN ട്രക്ക്, UN എന്നുള്ള പേരും വെച്ചിരിക്കും. അതിനകത്ത് ഇസ്രായേൽ എന്തെങ്കിലും ചെയ്യാൽ UN ജീവനക്കാരെ ഇസ്രായേൽ കൊന്നു, അല്ലെ വെടിവെച്ചു. മുഴുവൻ UN യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത് ഹമാസ് യൂട്ടിലിറ്റീസ് ആണ്. അപ്പൊ ചോദിക്കും, UN അതിന് പ്രതിഷേധിച്ചൂടെ? ഒന്നാമത് എന്തിനാ പ്രതിഷേധിക്കുന്നത്? UN എന്ന് പറയുന്നത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് ഇപ്പം നിൽക്കുന്നത്. 2, അവർക്ക് പ്രതിഷേധിക്കാൻ പറ്റില്ല. അവർ പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ അവരെ ടണൽ പോലും കയറ്റത്തില്ല. അതിന് മുന്നേ അവർ ശരിയാക്കി എടുക്കും. അത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ത്രട്ട് വഴി പരുവപ്പെട്ടിയെടുക്കുന്നതാണ്. ഭീഷണിയും ഈ നമ്മൾ ഈ പറഞ്ഞ പട്ടിക്ക് കണ്ടിട്ടുണ്ടോ, ഈ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞു. ഈ മതശക്തികൾ പൊതുവേ ചെയ്യുന്നതാണ്. അവരെ അനുകൂലിക്കുകയും പ്ലീസ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് റിവാർഡ് കൊടുക്കും. അങ്ങ് എന്ത് തങ്കപ്പെട്ട മനുഷ്യനാണ്, തങ്കപ്പൻ പൊന്നപ്പൻ ഗ്രേഡപ്പെട്ട മനുഷ്യനാണ്, അങ്ങ് ഇത്ര നല്ലവനായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ റിവാർഡ് കൊടുക്കും. അവരുടെ ക്രിട്ടിക്കലായിട്ട് നിൽക്കുന്നവരെ പണിഷ് ചെയ്യും, വലിയ രൂപത്തിൽ പണിഷ് ചെയ്യും. എന്നുവെച്ചാൽ തലമുറകളോളം പുറകോട്ട് പോയി വേണമെങ്കിൽ പണിഷ് ചെയ്യും. അതൊരു മതാത്മകമായ രീതിയാണ്. അത് തന്നെയാണ് ഹമാസും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ UN ജീവനക്കാരെല്ലാം നല്ല മര്യാദക്കാരാണ്, നല്ല ദീനികളാണ്. അവർക്ക് ഒരു പ്രശ്നവുമില്ല. എന്നെങ്കിൽ മാത്രമേ അവിടെ വർക്ക് ചെയ്യാം. പിന്നെ അങ്ങനെ ദീനി അല്ലാത്ത ഒരുത്തൻ അങ്ങോട്ട് ചെല്ലാൻ പറ്റും. ദീനി എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ദീനിയല്ല, മീൻസ് നിങ്ങൾക്ക് മനസ്സിലായിക്കണം ഞാൻ ഉപയോഗിച്ച പദത്തിൻ്റെ അർത്ഥം. അല്ലാത്തവർക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു UN ഉദ്യോഗസ്ഥനാണ്, നിങ്ങളൊരു ഫെയർ മൈൻഡഡ് ആണ്, നിങ്ങളൊരു സെക്കുലർ മനുഷ്യനാണ്, നിങ്ങൾക്ക് മനുഷ്യരുടെ കാര്യം മാത്രമേ നോക്കുള്ളൂ, അനീതിക്കെതിരെ നിങ്ങൾ ശബ്ദിക്കുമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഗാസയിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റില്ല.